ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാനിവിടെ 290ൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തേക്കുന്നത്. ഇത് കോട്ടൺ നൈറ്റി ബിറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടതെന്ന് നോക്കാം. തുണി മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒന്ന് നൈറ്റി ബിറ്റ് നിവർത്തിയിട്ടെടുക്കുവാണ്. നല്ല വശം ഉള്ളിലാവുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിടേണ്ടത്. ഇതിൻ്റെ വീതി വശം, ഇതിൻ്റെ നീളവശമാണ്. ആദ്യം നമ്മൾ വീതി വശത്തേക്ക് ഒപ്പത്തിന് അങ്ങ് താഴ്വരെയും മടക്കിയതിന് ശേഷം പിന്നീട് ഇതുപോലെ നീളവശത്തേക്ക് രണ്ടായിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടലായിട്ട് 4ആയിട്ട് മടക്കിയിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളും ഇങ്ങനെ വീതി വശത്തേക്ക് രണ്ടായിട്ടൊന്ന് ഫുള്ളും മടക്കിയെടുക്കുവാണ്. ഇതുപോലെ മടക്കിയതിന് ഫുള്ളും ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നീട് നീളത്തിൽ ഒന്നുകൂടെ മടക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ വീതി വശത്തേക്കാണ് രണ്ടായിട്ട് മടക്കിയെടുക്കുന്നത്. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ നീളവശത്തേക്ക് ഒപ്പത്തിന് ഒന്നുകൂടെ മടക്കിയെടുക്കും. അങ്ങനെ ടോട്ടൽ 4ആയിട്ടാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസായിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ മടക്കിയിടുന്നത്. നമ്മൾ ലെവലാക്കി ചുളിവുകളൊന്നും ഇല്ലെന്നാക്കി ഒന്ന് കുടഞ്ഞൊക്കെ ഇതുപോലെ കൈകൊണ്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവിടെ മടക്ക് വശമാണ് ഇവിടെ വരുന്നത്. അവിടെ എല്ലാം ഒന്ന് ലെവലാക്കി ഒന്ന് കൊടുക്കുവാണ്. ഇപ്പം ഞാനിവിടെ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 പീസാണ് വരുന്നത് മടക്ക് വശം. ഇവിടെ 4 ഓപ്പൺ സൈഡാണ് വരുന്നത്. ഓപ്പോസിറ്റ് വശത്തായിട്ട് ഇവിടെ 4 പീസാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്യണം. ഈ മടക്ക് വശമാണ് നമ്മുടെ നേർക്ക് വരേണ്ടത്. ഇങ്ങനെ ഞാൻ ഇവിടെ തുണി മടക്കി ഇട്ടേക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് 40 ഇഞ്ച് ലെങ്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 40 ഇഞ്ച് മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് 40 ഇഞ്ച് ലെങ്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് അപ്പുറത്ത് നീക്കി ഒന്നുകൂടെ നമ്മൾ 40 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കാരണം ലെവലാക്കി ഒന്ന് വരച്ചെടുക്കണം. അവിടെ ഞാൻ 2-3 സ്ഥലത്തൊന്ന് 40 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കണം. അത് ഇപ്പം നമ്മൾ 40 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ലൈൻ വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കും. ഇപ്പോൾ ഞാനവിടെ 40 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ടേപ്പ് വെച്ച് 40 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുവാണ്. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ ഞാൻ ഒന്നുകൂടെ തെളിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുവാണ്, നിങ്ങളെ കാണിക്കാനായിട്ടാണ്. ഇനി നമുക്ക് ആ വരച്ചതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. നമ്മൾ കട്ട് ചെയ്ത് താഴ്വശം നമുക്ക് പീസ് കിട്ടുമല്ലോ, അതുപയോഗിച്ചാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീടാണ് അത് ഫ്രില്ലിട്ടെടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഷോൾഡറും ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നത്. ഇതിലാണ് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തയായിട്ട് ഇതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ മടക്ക് വശത്തു നിന്ന് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മടക്ക് വശത്തു നിന്നും ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 32 ചെസ്റ്റ് സൈസുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയുടെ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ നിന്ന് മടക്ക് വശത്തു നിന്ന് 6 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും നമ്മൾ 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടുത്തെ വീതി തന്നെ ഇവിടെയും കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ആ 2 പോയിൻറ്റുകളും ചേർത്തൊരു ലൈൻ വരച്ച് എടുക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നീട്ടി ഒന്ന് വരച്ചെടുക്കണം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ചെസ്റ്റ് റൗണ്ട് 32ആണ്. അതിൻ്റെ 4/1 കാണുമ്പോൾ 8 ഇഞ്ച് വരും. നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 8.5 ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കാം. ആം ഹോൾ ലെങ്ത് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ പകുതി 3 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട്
ഇനി നമുക്ക് ഈ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്ത് ആ 1 ഇഞ്ചിലും ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റുകൾ വരുന്ന രീതിയിൽ കർവ് വരച്ച് കൊടുക്കണം. ആം ഹോൾ കർവ് അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് ആം ഹോൾ കർവ് വരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് കുഴിച്ച് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേസ്റ്റ് ലെങ്ത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്നും ടേപ്പ് വെച്ച് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 7.25 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ പോയിന്റുകൾ ചേർത്തൊരു ലൈൻ വരച്ചെടുത്തു. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ള 1.5 ഇഞ്ചുകൾ ചേർത്ത് ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഹാഫ് സ്ലീവാണ് ഇവിടെ ഇതിൽ 290 നൈറ്റി ബിറ്റിൽ നിന്നും കിട്ടുന്നത്. എങ്കിലും ഞാൻ ജോയിൻറ്റ് ചെയ്ത് 3/4 സ്ലീവ് ആക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല. ഇവിടെ ഇപ്പം നമുക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതിൽ നിന്ന് 1 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. 1/2 ഇഞ്ച് കുറച്ച് ഞാൻ 9 ഇഞ്ചിൽ മുകളിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇങ്ങനെ നൈറ്റി തുണിയിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ നിന്നും 9 ഇഞ്ചൊന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. മുകളിൽ നിന്നും മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നീക്കി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊന്ന് സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് വിട്ട് വേണം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ടിനായിട്ട് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്ലീവിൻ്റെ അറ്റത്ത് നിന്ന് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് 3/4 സ്ലീവ് ആക്കുന്നതാണ്. ഇനി നമ്മൾ ഈ വേസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ചരിച്ചൊന്ന് വരച്ചെടുക്കണം. വേസ്റ്റിൻ്റെ അവിടെ നിന്നും താഴെ വരെ നമുക്കൊരു ചരിച്ചൊരു ലൈൻ കൊടുത്ത് വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നും ചരിച്ച് താഴേക്കൊരു ലൈൻ വരച്ചു കൊടുക്കണം. ഞാൻ അതിനായിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ച് താഴേക്ക് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഇതുപോലെ വരച്ച് എടുക്കാവുന്നതാണ്. ഇനി താഴ്വശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് ചരിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവും കട്ട് ചെയ്തെടുത്ത് സൈഡിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് 3/4 ആക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്താണ് എടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അതിൽ നമ്മൾ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ പീസിൽ 2 എണ്ണം എടുത്ത് ഒന്ന് മടക്കി വെച്ച്
അതുമായിട്ട് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തിൻ്റെ അതേ ലെവലിൽ വരുന്ന രീതിയിൽ 2 പീസ് എടുത്തൊന്ന് മടക്കി വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 3/4 സ്ലീവ് ആക്കാനായിട്ടാണ്. ഇവിടെ 290ൻ്റെ നൈറ്റി ബിറ്റ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ കറക്റ്റ് അതേ അളവിൽ വെച്ച് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ലെവലാക്കി വെച്ച് കൊടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ലെവലാക്കി വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട് അടുത്ത 2 പീസും കൂടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒപ്പത്തിന് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയതായതുകൊണ്ട് ലെവലല്ലായിരിക്കും. അതൊന്ന് ലെവലാക്കി എടുക്കുവാണ്. ഇതെല്ലാം ജോയിൻറ്റ് ചെയ്താണ് നമ്മൾ സ്ലീവ് ആക്കിയെടുക്കുന്നത്, 3/4 സ്ലീവ് ആക്കിയെടുക്കുന്നത്. ഇനി 2 പീസും കൂടെ ഉണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത്, അതും നമ്മൾ ഇതിൻ്റെ അറ്റത്തേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ ലെവലിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്ത് 2 സ്ലീവിനുള്ള പീസുണ്ട്, അങ്ങനെ മടക്കി ലെവലാക്കി ഒന്ന് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ അടുത്ത പീസും നമ്മൾ ലെവലാക്കി വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുവാണ്. സൈഡ് വശം ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ ഒന്ന് നമ്മൾ ലെവലാക്കി കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നിൻ്റെ കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ താഴെ ഫ്രില്ലിടാനുള്ള പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിരുന്നില്ല, അതാണിത്. ഇത് ഞാൻ നിവർത്തിയൊന്നും ഇടുന്നില്ല, ഇട്ടത് കൂട്ട് തന്നെ ഇട്ടേക്കുവാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കണം. ഏറ്റക്കുറച്ചുള്ളതുകൊണ്ട് താഴ്വശം അവിടെ ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ഇവിടെ 15 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 7.5 ഇഞ്ച് നമ്മൾ 15.5 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 7.25 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഒരറ്റത്ത് മാർക്ക് ചെയ്ത് അടുത്ത അറ്റത്തും 7.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇവിടെ രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസാണിത്. ഇപ്പം ഇത് ബാക്കിൽ, ഇത് ഫ്രണ്ടിൽ. ഇതിൽ തന്നെ 2 പീസ് വരുന്നുണ്ട്. ഈ 2 പീസ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രില്ലിട്ടെടുത്താണ് ഫ്രണ്ടിലേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലും 2 പീസ് വരുന്നുണ്ട്. ആ 2 പീസ് ജോയിൻ ചെയ്ത് ഫ്രില്ലിട്ടെടുത്താണ് ബാക്കിലും വെക്കുന്നത്. അങ്ങനെ ഇവിടെ ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള ഒരു ലൈനിങ് പീസാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് വെച്ചാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ തുണി മടക്കി ഇട്ടേക്കുവാണ്. അവിടെ നമ്മളൊന്ന് ചുളിവുകളൊന്നും ഇല്ലാതെ കൈകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ഇതിപ്പോൾ 2ആയിട്ട് ഇങ്ങനെ മടക്കി ഇട്ടേക്കുവാണ്. കണ്ടില്ലേ, ഇത് 2ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. കറക്റ്റ് ഒരുപോലെ മടക്കിയിട്ടതിന് ശേഷം മുകളിൽ ലെവലാക്കി ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അതിന് ശേഷമാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുവാണ്. അവിടെ നമ്മൾ വി നെക്കാണ് വരച്ച് കൊടുക്കുന്നത്. ഒത്തിരി വൈഡായിട്ടുള്ളതല്ല, ഒതുങ്ങിയ ഒരു വി നെക്കാണ് വരച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ബോക്സ് പോലെ വരച്ചതിന് ശേഷം ആ മുകളിൽ നിന്നും താഴേക്ക് നമ്മളൊരു വി ഷേപ്പ് വരച്ചത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കർവ് ഷേപ്പിലുള്ള ഒരു വി ആണ്. ഇപ്പം ഇവിടെ ഈ വരച്ചതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് 1/2 ഇഞ്ച് വെളിയിലേക്ക് മാർക്ക് ചെയ്തൊരു കർവ് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ലെവലാക്കി വരച്ച അവിടെ നമ്മൾ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ആ വരച്ച നെക്കിൻ്റെ ചുറ്റിനും 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ചുറ്റിനും ഇതുപോലെ കറക്റ്റ് ആ ഷേപ്പിൽ മാർക്ക് ചെയ്ത് അവിടെയും നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് നമ്മൾ പുറമേ വരച്ചല്ലോ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക്
ഈ അപ്പുറത്തെ വശത്തേക്ക് ചോക്കിൻ്റെ പാട് വി ഷേപ്പ് വരാനായിട്ട് നമുക്കിതുപോലെ മടക്കിയിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചോക്കിൻ്റെ പാട് മറുപുറത്തേക്കും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തെളിച്ചൊന്ന് ചോക്ക് വെച്ച് വരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ പീസ് ഫ്രണ്ട് പീസാണ്, ഫ്രണ്ട് നെക്കാണിത്. ഇത് നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വശത്ത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വരച്ച ഇതിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് സെൻറ്റർ ഭാഗം ഒരുപോലെ വരുന്നതിന് ശേഷം ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ നെക്ക് വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് ചുറ്റും 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ വി ഷേപ്പിൻ്റെ അവിടെയായിട്ട് നമുക്ക് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് തിരിഞ്ഞ് കിട്ടുന്നത്. ഇതുപോലെ ചെറിയ കട്ടിങ് സ്റ്റിച്ചിൽ കൊള്ളാതെ ചുറ്റിനും ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ ഈ പീസ് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പീസിനെ ഒന്ന് വെളിയിൽ ഇതുപോലെ വെച്ചൊന്ന് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ച് സൈഡിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് പിന്നീട് ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒപ്പത്തിന് മടക്കി ഇട്ടേക്കുവാണ്. ഒപ്പത്തിനൊന്നും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് മടക്ക് വശത്തു നിന്നും. നെക്ക് ലെങ്ത് 3.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ച് അവിടെ നമ്മൾ റൗണ്ട് നെക്കാണ് വരച്ച് കൊടുക്കുന്നത്. ഈ വരച്ചതിലൂടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ റൗണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ബാക്ക് നെക്കാണ്. ഇനി നമുക്ക് നിവർത്തി നോക്കാം. ഇനി നമുക്ക് ഈ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യത്തെ വി നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന പീസാണിത്. ഇതിൽ നിന്നും നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പേ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. വേണമെന്നവർ പോയി കണ്ടു നോക്കിയാൽ മതി. വളരെ യൂസ്ഫുള്ളാകും. വളരെ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവിടെ ഞാനിപ്പം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾക്ക് ഇനിയും വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡറും ജോയിൻറ്റ് ചെയ്യണം. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മുടെ ക്രോസ് പീസ് വിടർത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ക്രോസ് പീസ് വരുന്ന രീതിയിൽ വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും
നമ്മുടെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ക്രോസ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അരയിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്തെല്ലാം എടുക്കണം. നമ്മൾ സ്ലീവ് ഇങ്ങനെ 3/4 സ്ലീവ് ആക്കാൻ വേണ്ടി നമ്മളിവിടെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത പീസിന് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നിവർത്തിയിട്ട് അടുത്ത പീസ് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്വശവും ഏറ്റവും താഴ്വശം നമുക്ക് 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. ഇവിടെ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു സ്ലീവിനെ ഇങ്ങനെ നിവർത്തി ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വശമാണ് മുകളിൽ വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഒപ്പത്തിന് വെച്ച് നമ്മൾ സ്ലീവിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. സെൻറ്റർ ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് 1/2 ഇഞ്ചൊന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് അതിലൂടെ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് ഫ്രണ്ട് ആം ഹോളാണ് നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് വശത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തതാണ് അറിയാനായിട്ട് അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ബോഡി പാർട്ട് നിവർത്തിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. നമ്മളിവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അറിയാനായിട്ടൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെയല്ല, തിരിച്ച് നമ്മൾ നല്ല വശം വരുന്ന രീതിയിൽ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തും അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ട് പീസിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള പീസ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കും 2 പീസ് വെച്ചാണ് എടുത്തേക്കുന്നത്. 2 പീസ് ജോയിൻ്റ് ചെയ്ത് ആണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ 2 പീസ് ജോയിൻ്റ് ചെയ്ത് ബാക്കിലും എടുക്കുന്നത്. ഇവിടെ 2 പീസ് നല്ല വശം ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2 പീസും ചെയ്തെടുക്കണം.
ഇവിടെ 2 സൈഡിലേക്കുള്ള പീസിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ താഴ്വശം നമ്മൾ അരയിഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇടുന്നതിന് മുമ്പായിട്ട്. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് താഴ്വശമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ് ബോഡി പാർട്ടുമായിട്ട്. അതിനായിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ തന്നെ നമ്മൾ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 പീസാണ് എടുത്തേക്കുന്നത്, 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചെന്നത് 1 പീസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് താഴ്വശത്ത് നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇതുപോലെ നിവർത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് സൈഡ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കണം. പ്ലീറ്റ്സ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇതുപോലെ 2 വശത്തേക്കുള്ള പീസ് സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പിന്നീട് അതിന് ശേഷം നമുക്ക് സൈഡും കൂടെ ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ഉള്ളത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സ്ലീവിൻ്റെ അവിടെ നിന്നും കെട്ടിട്ട് താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ താഴേക്ക് വേസ്റ്റിൻ്റെ അവിടെ വരെ 1.5 ഇഞ്ചാണ്. പിന്നെ താഴേക്ക് പോകുന്തോറും തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.